എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി സംഖ്യാപുസ്തകം 13-ാം അധ്യായം 32-33 വാക്യങ്ങൾ. സംഖ്യ 13-ന്റെ 32-33. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാഖ്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു പ്രഭാതത്തിൽ നാം നിൽക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതം നിർജീവമായി വരും തലമുറയ്ക്ക് യാതൊരു മൂല്യങ്ങളും കൊടുക്കാൻ സാധിക്കാത്ത വിധത്തിലാണെങ്കിൽ നമ്മുടെ നേരെ വരും തലമുറ വിരൽ ചൂണ്ടും. നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ധാരാളം പരിമിതികളുണ്ട്. എന്നാൽ ആ പരിമിതികളിൽ മാത്രം ശ്രദ്ധയൂന്നി സ്വയം നിന്ദിച്ച് അപകർഷതാബോധത്തിൽ കഴിയുന്ന അനേകരുണ്ട്. അനേകം ദൈവമക്കളും ഈ ഒരു ഗണത്തിൽ ഒരു പക്ഷെങ്കിൽ ഉൾപ്പെട്ടേക്കാം. തങ്ങളെക്കൊണ്ട് ചിലതൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന മുൻവിധി അവരെ വിലങ്ങിട്ട് നിർത്തിയിരിക്കുന്നു. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് തൻ്റെ ജഡീക പരിമിതികളെപ്പറ്റി ആവലാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം താൻ ആശ്രയിക്കുന്നത് പരിമിതികളില്ലാത്ത സകലവും സാധ്യമാക്കി തീർക്കുന്ന അത്യുന്നതനായ ദൈവത്തിലാണ്. നമ്മൾ വളരെ ചെറുതാണെങ്കിലും നമ്മളെ അയച്ചവൻ, നമ്മളെ നയിക്കുന്നവൻ വലിയവനും ബലശാലിയും അത്ഭുതവാനും ആണെന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം. കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്ന സാധാരണ വിശ്വാസികൾ നമ്മുടെ കൂടെയുണ്ട്. അവരുടെ ജീവിതം അത്ഭുതങ്ങളുടെ നിറകുടമാണ്. അവർ ബുദ്ധിമാന്മാർക്ക് പാഠമായിരിക്കും. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഇസ്രായേൽ, അനുഗ്രഹത്തിൻ്റെ കവാടം വരെ എത്തിയ കാദേശ് ബർണ വരെ എത്തിയ ഇസ്രായേൽ, എങ്കിലും പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കയറാൻ സാധിക്കാതെ പോയവർ, ദൈവം അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അനുഗ്രഹം പ്രാപിക്കാൻ അനേകർക്കും കഴിയാതെ പോകുന്നു. എന്താണ് കാര്യം? അനേകം വിശുദ്ധന്മാർ ഇന്ന് വെട്ടുക്കിളിയോട് സദൃശ്യരാണ്. അവിടെ ഞങ്ങൾ മല്ലന്മാരായ സന്തതികളായ അനാഖ്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുകിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. മല്ലന്മാരായി ജീവിക്കേണ്ട അനേകർ ഇന്ന് വെട്ടുകിളികളെ പോലെ ജീവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന്, അതിൻ്റെ പ്രതിവിധി എന്താണെന്നും, അനുഗ്രഹത്തിലേക്കും ദൈവത്തിൻ്റെ സമൃദ്ധിയിലേക്കും കടക്കുന്നത് എങ്ങനെയെന്നുമൊക്കെ ഈ സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ദേശം, അതായത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം എങ്ങനെയുള്ളത് എന്ന് കാണാൻ ഒറ്റുനോക്കി വരാൻ അയച്ച 10 ഗോത്രത്തിൻ്റെ പ്രതിനിധികൾ വന്നു പറഞ്ഞ ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചത്. വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ദൈവജനത്തിന് അല്ലെങ്കിൽ മോശയ്ക്ക് മുൻപിൽ അവർ അവതരിപ്പിക്കുന്നത്. 12 ഗോത്രത്തിൽ നിന്ന് 10 ഗോത്രത്തിൻ്റെ പ്രതിനിധികൾ വന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അവിടേക്ക് പോകാൻ സാധിക്കില്ല,
അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ അവിശ്വസിക്കുന്നവരായി അവർ പറഞ്ഞതിനെ ദുർവർത്തമാനമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ അവിശ്വസിക്കുന്നവരുടെ വാക്കുകളെല്ലാം ദുർവർത്തമാനത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട്. പറയുന്നതെല്ലാം നെഗറ്റീവായിരിക്കും. കേൾക്കുന്നവർക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇങ്ങനെയുള്ളവർ ഒരു പക്ഷെങ്കിൽ പകർന്നു കൊടുക്കാൻ സാധ്യതയുണ്ട്. 13-ാം അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. 13 എന്ന് പറയുന്നത് നിർഭാഗ്യത്തിൻ്റെ ചിഹ്നമായി കരുതുന്ന ആളുകളുണ്ട്. വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. എന്നാൽ സംഖ്യാപുസ്തകം 13-ാം അധ്യായം ഒരു ദുഃഖ പര്യവസായിയാണ്. ഇസ്രായേൽ തലവന്മാർ സാധാരണക്കാരല്ല. 12 ഗോത്രങ്ങളുടെ തലവന്മാരായ അവർ വെറുതെ പോയതല്ല, ദൈവം അയച്ചതാണ്. വെറുതെ പോകുന്നതും ദൈവം അയക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവം കൽപ്പിച്ചിട്ടാണ് അവർ പോയത്. ചെന്ന് നോക്കിയപ്പോൾ ദൈവം പറഞ്ഞതുപോലെ തന്നെ പാലും തേനും ഒഴുകുന്ന ദേശമാണ് കനാൻ എന്നവർ കണ്ടു. എന്നാൽ ദേശനിവാസികൾ അതികായന്മാരും മല്ലന്മാരുമാണ്. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിനൊരു ഭീതി പരന്നു. ഭയത്തോടെ അവർ മടങ്ങിപ്പോന്നു. 10 പേർ ജനത്തോട് പറഞ്ഞു, ദൈവം പറഞ്ഞതുപോലെ തന്നെ നല്ല ദേശമാണ്, എങ്കിലും അത് നിവാസികളെ തിന്നുകളയുന്ന ദേശമാണ്. നമുക്കത് പിടിച്ചടക്കാൻ കഴിയില്ല. നിരുത്സാഹജനകമായ വാക്കുകൾ. അവർ ദുർവർത്തമാനം പറഞ്ഞു എന്നാണ് വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 2 പേർ പറഞ്ഞത് അങ്ങനല്ല. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കും. ദൈവം പറഞ്ഞതാണെങ്കിൽ അത് നമുക്ക് തരും. എങ്കിലും ഇന്നത്തെ പോലെ തന്നെ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ ജനം കൂടി. അതുകൊണ്ട് ആ അനുഗ്രഹത്തിൻ്റെ ദേശത്തേക്ക് കയറാൻ കഴിയാതെ 40 വർഷം മരുഭൂമിയിൽ ജീവിക്കേണ്ടി വന്നവരുടെ പര്യവസാനം വളരെ നിരാശാജനകമായിരുന്നു. 2 ആളുകൾ മാത്രം അനുകൂലമായ റിപ്പോർട്ട് നൽകുന്നു, 10 പേര് പ്രതികൂലമായ റിപ്പോർട്ട്. ജനം കേൾക്കുന്നത് മൈനോറിറ്റിയുടെ വാക്കല്ല, മെജോറിറ്റിയുടെ വാക്കാണ്. അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മൈനോറിറ്റിയുടെ വാക്കുകൾക്ക് അത്ര പ്രാധാന്യമില്ല. മെജോറിറ്റി എന്ത് പറയുന്നു അതിനാണ് വില. ഈ മെജോറിറ്റിയുടെ വാക്കുകൾ കേട്ട് വീണുപോയ ആളുകൾ കാദേസ് ബർണയുടെ ചരിത്രത്തിൽ എന്നും ഒരു ഓർമ്മയായി നിൽക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങളെ അവിശ്വസിക്കാൻ തരത്തിൽ ലോകത്തിൻ്റെ പരിമിതികൾ ഒരു വലിയ മതിലായി ഉയർന്നിന്നാൽ നമ്മുടെ നിലപാട് എന്തായിരിക്കും? അതാണ് ചോദ്യം. ദൈവത്തിൻ്റെ വാഗ്ദത്തം, പച്ചയായ വാഗ്ദത്തം നിലനിൽക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ ശക്തിക്ക് മുൻപിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ വില കുറച്ച് കണ്ടാൽ കാദേസ് ബർണയുടെ അനുഭവം ജീവിതത്തിൽ ആവർത്തിക്കപ്പെടേണ്ടി വരും. അതുകൊണ്ട് പുതിയ ദിനത്തിൻ്റെ പ്രഭാതം നമുക്ക് നൽകുന്ന ഒരു ചിന്ത, ഈ 10 ആളുകളുടെ ദുർവർത്തമാനത്തിന് നമ്മൾ വശംവദരാകുമോ? 2 പേരുടെ സുവിശേഷത്തിന്, അതായത് നല്ല വർത്തമാനത്തിൻ്റെ പേരാണ് സുവിശേഷം. കാലേബും യോശുവയുമാണ് സുവിശേഷം പറഞ്ഞത്. അവർ പറഞ്ഞു, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ദേശം കൈവശമാക്കും. എത്ര നല്ല വാക്കുകളാണ്! ഒരു പോസിറ്റീവ് എനർജിയാണ് അവർ കൊടുത്തത്. അവർ പറയുന്നു, ഈ പറയുന്ന 10 പേര് പറഞ്ഞതൊക്കെ ശരിയാണ്. അവിടെ ഞങ്ങൾ പോയി കണ്ട ദേശം മലന്മാരുള്ള ദേശമാണ്. അവർ നമ്മളെക്കാൾ അധികായന്മാരാണ്. എല്ലാം ശരിയാണ്. പരിമിതികളാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ അതിനെ മറികടക്കാനുള്ള ഒരു കരുത്തെന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നതാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ദേശം കൈവശമാക്കും എന്ന 2 പേരുടെ വാക്കുകൾ നമ്മളെ ബലപ്പെടുത്തുന്ന വാക്കുകളാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നതൊരു പക്ഷെങ്കിൽ മൈനോറിറ്റി ആവാം. അതിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ പകൽക്കാലം നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഈ വാക്കുകളിലൂടെ ലഭിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം. ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൻ്റെ നാളുകൾ പരിമിതികളുണ്ട് എങ്കിലും അതിനെ മറികടക്കാനുള്ള ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അങ്ങയുടെ വാക്കുകളെ, ദൈവവചനത്തെ, അവിടുത്തെ വാഗ്ദാനത്തെ അവിശ്വസിച്ചു പോകുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തരുതേ. കർത്താവെ, മുറുകെ പിടിപ്പാൻ ഉള്ള ബലം നൽകണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളങ്ങനെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളെയൊക്കെ നേരിടാനുള്ള കൃപ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ജയോത്സവമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ കർത്താവിൻ്റെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ പുതിയൊരു ഏട് അവരുടെ ജീവിതത്തിൽ നൽകണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.